ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, 4 പതിറ്റാണ്ടിനിടെ 20,000-ലേറെ ഭാരതീയരാണ് പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ അങ്ങേയറ്റം സഹികെട്ട ഒരവസ്ഥയിലാണ് സിന്ധു നദീജല കരാറൊക്കെ ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോഴും നമ്മുടെ രാജ്യത്തെ ചിലർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായി ഇപ്പോൾ നിൽക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പാല നഷ്ടപ്പെട്ട ഭൂതത്തിന്റെ അവസ്ഥയാണ് കോൺഗ്രസിന്. ഭരണം നഷ്ടപ്പെട്ട ശേഷം പറയുന്നതിന് യാതൊരു വെളിപാടുമില്ല. ഭാരതത്തിന് പുറത്ത് UK-യിലും US-ലും പോയിട്ട് ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ പറഞ്ഞാണല്ലോ ഹിന്ദു ടെററിസം എന്ന വാക്ക് കോയിൻ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ചെയ്യുന്ന ആ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ രാജ്യത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പുറത്തു പോയിട്ട് ഈ രാജ്യത്തിന്റെ ഹിന്ദു ടെററിസമാണ് ഏറ്റവും വലിയ മെനസ് എന്ന് പറയണമെങ്കിൽ അത്രത്തോളം ഹിന്ദു വിരുദ്ധതയുള്ള ഒരു മനുഷ്യനെ, ഒരു അഭിമാനമുള്ള ഹിന്ദു എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഒരു നേതാവായി അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കെന്ന് മാത്രമല്ല, ജനസാമാന്യത്തിന് ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അത്രയും നിരുത്തരവാദമായി പെരുമാറുന്ന ഒരു എന്താ പറയുക, സ്കൂൾ വിദ്യാർത്ഥിയുടെ അത്ര പോലും രാജ്യബോധമില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അന്ധത ബാധിച്ചിട്ട് മോദി എന്ത് ചെയ്താലും BJP എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളൊരു വളരെ വൃത്തികെട്ട നയമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ ശശി തരൂരിനെ പോലെ സമർത്ഥരായ വിദ്യാസമ്പന്നരായ ആളുകളെ അവർ തന്നെ പുച്ഛിക്കുന്നു. നമുക്കറിയാലോ, അവരുടെ പാർട്ടിക്ക് അകത്ത് AICC പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നപ്പോൾ നടന്ന കളികളൊക്കെ നമുക്കറിയാം. ശശി തരൂർ എത്രത്തോളം അപമാനിതരായി നമുക്കറിയാം. അപ്പൊ അവരിപ്പോ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ തെറി വിളിച്ചു എന്നുള്ളത് പറയുന്നതിനേക്കാൾ ഉപരി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പോലും നിൽക്കളിയില്ലാതിരിക്കുകയാണ് ശശി തരൂർ. ഞാൻ ആശിക്കുന്നത് ശശി തരൂരിനെ പോലെയുള്ള സമർത്ഥരായ ആളുകൾ നാളെ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റായി വന്നാലും ഫോറിൻ മിനിസ്റ്ററായി വന്നാലും HRD മിനിസ്റ്ററായി വന്നാലും അത്ഭുതപ്പെടാനില്ല. എനിക്ക് എന്തുകൊണ്ടാണ്, മുമ്പൊക്കെ ഞാൻ കോൺഗ്രസിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. കാരണം മരണമുറപ്പായ അരനാഴിക നേരത്തിന് കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പാകിസ്ഥാൻ ഭീകരരുടെ സുഖവാസ കേന്ദ്രമാണ്. പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തേണ്ടേ എന്ന ചോദ്യമാണ് ജന ഡിബേറ്റ് മുന്നോട്ട് വെക്കുന്നത്.